നമസ്കാരം. എല്ലാവർക്കും ഹംപിയിലെ ശ്രീ വിരൂപാക്ഷ സന്നിധിയിലേക്ക് സ്വാഗതം. അതിപ്രാചീനമായ കർണാടകയിലെ ഹംപിയുടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായ ശ്രീ വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ. ഹംപി നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. വിരൂപാക്ഷൻ എന്നാൽ ശ്രീ മഹാദേവൻ. ഭഗവാൻ ഇവിടെ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രസന്നിധിയിലെത്തിയപ്പോൾ തന്നെ ധ്യാനലീനം എന്നതുപോലെ ഒരു കാള ഭഗവാന് അഭിമുഖമായി നിൽക്കുന്നത് കണ്ടു. പലരും അതിനെ തൊട്ട് വന്ദിക്കുന്നതും കണ്ടു. ഈ കാണുന്നതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരം. ഏകദേശം 52 മീറ്ററിലധികം ഉയരവും 9 നിലകളോട് കൂടിയതുമായ ഈ ഗോപുരം ഇവിടേക്കെത്തുന്ന ഏവരുടെയും ശ്രദ്ധ കേന്ദ്രമാണ്. അമ്പരചുംബിയായി സന്ധ്യശോഭയിൽ വിളങ്ങുന്ന ഈ ഗോപുരം കടന്നു വേണം അകത്ത് പ്രവേശിക്കാൻ. ഈ ക്ഷേത്രത്തിന് 3 പ്രധാന ഗോപുരങ്ങളാണ് ഉള്ളത്. വിശാലമായ ഗോപുര കവാടം കടന്ന് ഞങ്ങൾ ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്ര മതിൽക്കകത്ത് പ്രവേശിച്ചു. അനവധ്യ സുന്ദരമാണ് ഇവിടുത്തെ സന്ധ്യകൾ. ഒഴുകിയെത്തുന്ന പരശതം ഭക്തർ, വിനോദസഞ്ചാരികൾ, ചരിത്ര കുതുകികൾ ഏവരെയും ആനന്ദിപ്പിക്കുന്നു ഹംപിയിലെ ഈ ക്ഷേത്ര സമുച്ചയം. ഗോപുരം നിറയെ ശില്പങ്ങളാണ്. അതീവ സൂക്ഷ്മതയോടെയും അത്യന്തം ചാരുതയോടെയും കൊത്തിയെടുത്തവയാണ് അവ. ശ്രീ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി 7-ാം നൂറ്റാണ്ടിലാണ്. ഈ ക്ഷേത്ര സങ്കേതത്തിൽ 9-10 നൂറ്റാണ്ടുകളിലെ ശിലാലിഖിതങ്ങൾ കാണാം. ചാലൂക്യരും ഹൊയ്സാല രാജാക്കന്മാരുമെല്ലാം അവരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിൻ്റെ വിപുലീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ തുളുവ രാജവംശത്തിൽപ്പെട്ട ദേവരായ രണ്ടാമൻ, ആ രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ നായകനായ ലക്കൺ ദണ്ഡേശനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിച്ചത്. 14 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകൾ ശ്രീ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ ഈ ക്ഷേത്രം വിജയനഗര രാജവംശത്തിൻ്റെ കുലദേവത കൂടിയായിരുന്നു. ആ രാജവംശത്തിലെ ഏറ്റവും സമർത്ഥനായ രാജാവ് കൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിലെ മഹാമണ്ഡപത്തിൽ വച്ചാണ് പട്ടാഭിഷേകം നടത്തി 1509 വിജയനഗരത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത്. മഹാരംഗമണ്ഡപം എന്നാണ് ഈ മണ്ഡപത്തിന് പേര്. സന്ധ്യാദീപങ്ങൾ തെളിഞ്ഞു. ഭക്തർ നിരവധിയുണ്ട് ഈ സവിധത്തിൽ. പമ്പ എന്നു പേരോടുകൂടിയ ശ്രീ പാർവതീദേവിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ശ്രീ പരമേശ്വരനാണ്. മംഗളമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ. പ്രധാന കോവിലിലേക്ക് പ്രവേശിക്കുമ്പോൾ നിരവധി പേർ നിറയെ മൺചരാതുകൾ കൊളുത്തിവച്ച് വിവിധ വർണ്ണപ്പൊടികളാൽ കോലങ്ങൾ വരച്ച് ഭഗവാനെ ആരാധിക്കുന്നത് കണ്ടു. മംഗളകരമായ ജീവിതത്തിന് അത്യുത്തമമായ ആരാധനാ രീതിയാണിത് ഇവിടെ.
ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു മണ്ഡപത്തിന് അപ്പുറത്ത് മനോഹരമായ ശ്രീകോവിലിൽ ഇരുന്ന് ഭക്തർക്ക് ദർശന സൗഭാഗ്യമേകുന്ന ശ്രീ വിരൂപാക്ഷനെ കാണാം. ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും കാഴ്ചകളുടെ സമൃദ്ധി ചലനത്തെ മന്ദഗതിയിലാക്കും. ഇരുവശവും കാണുന്ന വിസ്മയിപ്പിക്കുന്ന ശില്പഭംഗികളുള്ള തൂണുകൾ. അതിനപ്പുറമാണ് ശ്രീ മഹാദേവന്റെ ഇരിപ്പിടം. ഫോട്ടോഗ്രഫി ഇവിടെ അനുവദിക്കാത്തതിനാൽ ചില ദൃശ്യങ്ങൾ പകർത്താനായില്ല. മധ്യ കർണാടകത്തിൽ തുംഗഭദ്ര നദീതീരത്താണ് ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രം. മറുവശത്താകട്ടെ ഹേമകൂടഗിരി നിരകളും. പമ്പ എന്നും തുംഗഭദ്രയ്ക്ക് പേരുണ്ട്. പമ്പയാണ് പാർവതി. മഹാദേവനെ പതിയായി ലഭിക്കാൻ പാർവതി ദേവി ഇവിടെ ഇരുന്നാണത്രേ തപസ് ചെയ്തത്. ഹേമകൂടഗിരിയിൽ ശ്രീ മഹാദേവനും തപസ്സിലായിരുന്നു. മഹാദേവന്റെ തപസ്സിളക്കാൻ ശ്രമിച്ച് കാമദേവൻ ഭസ്മമായി തീർന്നത്, അനങ്കനായി തീർന്നത് ഇവിടെ വച്ചാണ്. എങ്ങനെയായാലും പമ്പയെ മഹാദേവൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഭഗവാൻ ഇവിടെ പമ്പാപതിയായി. ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വച്ചു വരുമ്പോൾ പമ്പ, ഭുവനേശ്വരി, വിദ്യാരണ്യസ്വാമികൾ, നവഗ്രഹങ്ങൾ, പാതാളേശ്വരൻ, ഗണപതി എന്നിവരുടെ കോവിലുകളും കാണാം. കേവലം ഒരു ആരാധനാലയം മാത്രമല്ല ശ്രീ വിരൂപാക്ഷ ക്ഷേത്രം. കലകളുടെ, സംസ്കാരത്തിൻ്റെ സംഗമഭൂമിയാണ്. ദ്രാവിഡ ശില്പവിദ്യയുടെ നിറവാണിവിടം. ദീർഘചതുരാകൃതിയിലുള്ള ഈ ക്ഷേത്ര സമുച്ചയം അമ്പരപ്പിക്കുന്ന ഗണിതശാസ്ത്ര വീക്ഷണത്തിൻ്റെയും അലങ്കാരങ്ങളുടെയും വിസ്മയഭൂമിക കൂടിയാണ്. ക്ഷേത്രത്തിൽ സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയവയ്ക്കെല്ലാമായി പ്രത്യേകം മണ്ഡപങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിന് ചുറ്റുമാകട്ടെ തകർന്നടിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളും ഹേമകൂടഗിരിയുടെ അടുക്കടുക്കായുള്ള പാറകളും മാത്രം. ആയിരത്തി 560 ഈ ക്ഷേത്രം ആക്രമണകാരികളുടെ കൈകളിൽ അകപ്പെട്ടത്. ഹംപിയിലെ ഇതര വിസ്മയങ്ങൾ പലതും തകർന്നടിഞ്ഞു എങ്കിലും ശ്രീ വിരൂപാക്ഷ ക്ഷേത്രം കാലത്തെയും കാലുഷ്യങ്ങളെയും അതിജീവിച്ച് ഇന്നും മംഗളമരുളുന്നു.
ഹംപിയിലെ ബസ് സ്റ്റാൻഡിന് സമീപം തന്നെയാണ് ഈ ക്ഷേത്രം. ബാംഗ്ലൂർ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ധാരാളം ബസ് സർവീസുകളുണ്ട് ഹംപിയിലേക്ക്. ഓർത്തുവയ്ക്കാനാകുന്നതിന് അപ്പുറമുള്ള കാഴ്ചകളും അനുഭൂതികളും നിറയുന്ന ഹംപിയിലേക്ക് ഒരു വട്ടമെങ്കിലും എത്തിച്ചേരുക.